ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എക്സാമൊക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ അതിന് വേണ്ടി പഠിക്കുകയാണ്. ഗൈസ്, നിങ്ങൾക്ക് എന്നാണ് പരീക്ഷ എന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ കുറച്ചിട്ട് എനിക്ക് ജലദോഷം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഹിന്ദിയാണ് ഗൈസ്, ഹിന്ദി മൂന്നാമതാണ്. അപ്പോൾ എന്നോട് പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പഠിക്കാൻ ക്ലാസ് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അറബിക്ക്, യു എന്ന് വെച്ചാൽ ഉറുദു, എസ് എന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റ്, എം എന്ന് വെച്ചാൽ മലയാളം 1. അപ്പോൾ ഞാനിത് വായിച്ചു. ചില സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഇത് എന്താ പറയുക, ദൂരം കഴിഞ്ഞിട്ട് ഒരു വേടി എനിക്ക് ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ വായിക്കുന്നത് കോച്ചതി അതാണെന്ന് എനിക്കറിയില്ല. കോച്ചതി ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, കളിയാക്കിയിട്ട് ദൂൽ കോച്ചതി ആകെ മിനിച്ചേ ദായെന്നാണോ ഇത് ദാഗെന്നാണോ ബായ എന്തോ ഒന്ന് ആകെ പീച്ചെ ഹവ എന്താ അത് जल रही सो से कीचे नीचे नीचे दूर के नीचे. ഓക്കെ, ഇതൊക്കെ. ഇനി അടുത്തത് ഇതാണ് കേട്ടോ. ഹവ दूर के छेड़ के बाकी सोदी दूर अचानक नानो संशय अचानक जागी उड़ी हवा उड़ी ना बेटो उड़ी हवा के पीछे पीछे हवा എന്താ हो गए दूर के नीचे. ഓക്കെ, ഇതൊക്കെ ഒരു കടലിൽ നിന്നൊക്കെ എന്താ കരടിന്ന് ചാപ്റ്റർ ഉണ്ട് ഇത് കേട്ടോ. ഇത് ഞാൻ വായിച്ചു തരാം. ദോ സോദര ഗേ സോദര കെ എന്തായിരുന്നു ദിനെ എന്തൊന്നാണ് ദിനെ वो पे दूमने നിഖാല എന്തെന്നാണ്. എനിക്കിത് ചില അക്ഷരങ്ങൾ എനിക്കറിയാം, എന്നാലും അപ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്ക് തൻ്റെ കയറിട്ട് വന്നു. ദിനെ ഹംസദേ എന്താത് ചലേ എന്താണെന്നറിയോ. ഇത് സാറ് വായിച്ചു തന്നിട്ടുണ്ട്, പക്ഷേ മനസ്സിലാകുന്ന മാതിരി വായിച്ചിട്ട് സാറ് നമ്മൾ എത്ര നല്ല വായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാറ് എനിക്ക് മനസ്സിലാവുന്നില്ല. സാറ് കുറേ വട്ടം ചോദിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനെ പറയണ്ട. സാറ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി എനിക്കത് മനസ്സിലാവായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ പഠിക്കായിട്ടൊന്നുമല്ല. എനിക്ക് സാറ് വായിക്കുന്നത് അറിയാം, അക്ഷരങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ ഇത് വായിക്കുമ്പോൾ എനിക്ക് നാവിൻ്റെ തുമ്പത്തുണ്ട്, അത് കിട്ടുന്നില്ല അങ്ങോട്ട്. അതാണ് കുഴപ്പം ഗൈസ്, അതൊറ്റ കുഴപ്പമാണ്. പിന്നെ ഞാൻ സീറ്റ് ചാപ്റ്ററൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല.
എനിക്ക് എന്തൊക്കെയോ ആവത്തുള്ളതൊക്കെ. കാര്യം വന്നേ, ഇത് എൻ്റെ സ്കൂളിൽ ഈ ഒരു പാടല്ലേ, അപ്പോൾ അതെനിക്ക് നാടകമുണ്ട് കേസ്. അപ്പം ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിക്കുക? പക്ഷേ പഠിക്കുമ്പോൾ ഇവിടെ ഞങ്ങളൊന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതാണ് നമുക്കൊരു സാധനം കാണിച്ചിടാം. എൻ്റെ അമ്മ മുട്ടി പോയപ്പോൾ വാങ്ങിയതാണ്. ഓക്കെ, റെഡി സ്റ്റഡി ഗോ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടെഡിയാണ്. നോ കേസ് ചൂടാക്കട്ടെ. പേക്കാണ് ഗൈസ്, ഇത് കണ്ട. ഭയങ്കര ഇഷ്ടം പർപ്പിൾ കളറാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പർപ്പിൾ, ലൈറ്റ് പർപ്പിളാണ്. പേക്കാന്ന് പറഞ്ഞു. സിപ്പുണ്ട്, എവിടെ സിപ്പ്? പക്ഷെ ഇതിന് കുഴപ്പമുണ്ട്. ഇവിടെ ഫുള്ള് ഈ ഒരു അറയിൽ ഫുള്ള് പണി നിറച്ച് ഈ ഒരു ചെറിയ ഐറ്റംസുകളുടെ മേക്കപ്പ് സാധനങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മുടെ മൈക്കൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഈ ഒരു സ്ഥലത്ത് വയ്ക്കുന്നത്, അതാണ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മറന്ന കേസ് സാധനം എടുക്കാൻ എൻ്റെ പുതിയൊരു മൈക്കാണ് കേസ്. കണ്ട, ഞാൻ ഓർഡർ ചെയ്ത മൈക്കാണ്. അത് പേര് അധികം ഉണ്ട്, വൈറ്റ് മൈക്കാണ്. ഞാൻ ഒട്ടേക്ക് കണ്ട മൈക്ക്. പക്ഷെ എൻ്റെ കയ്യിൽ വൈറ്റ് മൈക്കല്ല, ഓറഞ്ച് മൈക്ക് വരെ എത്തും. കണ്ട, ഇത് കല്ലെന്നല്ല രസം. നമ്മളിത് കല്ലാണ്. ചെറിയ മൈക്കാണ്, സാധനത്തിനുള്ളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ സംഭവം ഞാൻ ഓർഡർ ചെയ്യാൻ പോയ സമയത്ത് ഇത് കല്ല് തന്നെയാണ്. ഞാൻ ഓർഡർ ചെയ്തതാണ്. ഞാൻ അവരോടൊക്കെ ചോദിക്കുക, ഇത് കല്ലാണല്ലോ അമ്മേ, എന്താ ചെയ്യാൻ? കല്ലിന് മേലെ തന്നെ ഉണ്ടല്ലോ. അമ്മ പറഞ്ഞു ഇപ്പോഴത്തെ മോഡലൊന്നും എനിക്ക് അറിയാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ മോഡലൊക്കെ എനിക്ക് അറിയാനാണ്. അപ്പോൾ ആണ് മോഡൽ അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കാണിച്ചു തന്നു എനിക്ക് യൂട്യൂബിൽ അങ്ങനെ 2-3 വീഡിയോസ് ഉണ്ട്, വൈറലാവുന്നേ ഉള്ളൂല്ലോ. അപ്പോൾ വേറെ അങ്ങനെയല്ല, അധികം ആൾക്കാർ അതിനിതില്ല, നല്ല വില ഉള്ളതുകൊണ്ട്. നോ ഗൈസ്, ഇതിന് വിലയില്ല. എന്തൊക്കെ പറയുന്നത്, ഇത് കുറച്ച് വില ഉള്ളു, എല്ലാവർക്കും വാങ്ങുന്നത്. പക്ഷെ അതിൽ വാങ്ങിയ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ മൈക്ക് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തു, കല്ലുമായിട്ടുള്ള മൈക്ക്. രാത്രി കിടക്കും. ഞാനിവിടെ വെച്ച് നല്ല പനിയല്ല, ജലദോഷം. മിനിറ്റ് വേറൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മ ഓർഡർ ചെയ്ത ചെരുപ്പാണ്, കാണിച്ചില്ല. എൻ്റെ അമ്മ ഓർഡർ ചെയ്ത ചെരുപ്പായിരുന്നു ഇതട്ടോ. ഇത് ഞാനാണ് ഇപ്പോൾ ഇട്ട് നടക്കുന്നത്. ഈ കാണിച്ചതാണ്. അയ്യോ, ക്യാമറ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് പറ്റില്ല, എനിക്ക് നന്നായിട്ടറിയാം. എവിടെ കണ്ട ഈ പട്ടാണ് എനിക്കറിയാം. പക്ഷേ നമ്മൾ എന്താ പറയുക, വീട്ടിലെടുത്തൊക്കെ പറയും. നമുക്ക് എന്താ ചെയ്യാം? അപ്പം നമുക്ക് എന്താ ചെയ്യാം? ചിക്കണം എനിക്ക് പഠിക്കണം. പഠിച്ചിട്ടില്ലേ എനിക്കതൊന്ന് വായിച്ച് പഠിക്കണം.
എക്സാമുണ്ട്. യെസ് ആയിട്ടുണ്ട്. അപ്പം നന്നായി പഠിക്കണം. നിങ്ങൾക്ക് എത്രയാണ് ഗേസ് എക്സാം എന്ന് കമൻറ്റ് ചെയ്യുക. ഡിസംബർ എത്രയാണ്? ഞാൻ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. എന്നാണ് തുടങ്ങിയതെന്ന് നമുക്ക് എനിക്ക് ഡിസംബർ 15 ഇന്ന് 7 അപ്പോൾ 8, 9, 10, 11, 12, 13, 14, 15 8 ദിവസം ക്രിസ്മസ് പരീക്ഷയാണ്. അതിൻ്റെ ഇടയിൽ 10ഉം 11 എന്തോന്ന് എലക്ഷൻ ഉണ്ട്. പിന്നെ ഈ സംഭവം കിട്ടി. ഇലക്ഷൻ്റെ എത്ര അതുകൊണ്ടാണ് UDF ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾക്കറിയാം ഇവിടെ ഇത് ഞങ്ങളുടെ ഇവിടെ കോഴിക്കോട് പറയും. ഇവിടെ തന്നെ ഇവിടെ ഒരു വയലുണ്ട്, അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ വല്ല കല്യാണം കഴിഞ്ഞിട്ടൊക്കെയറിയാം. കല്യാണം കഴിഞ്ഞിട്ടറിയാം എന്താ പറയുക, അവർക്ക് ഉദ്ദേശിക്കുക അനൂപാണ്. അനുഭവനെ കഴിഞ്ഞ് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവിടെ ഇങ്ങോട്ട് കളിക്കാനൊക്കെ വരലുണ്ടായിരുന്നു. ബാക്കിയിട്ടൊക്കെ അറിയില്ല. ക്രിസ്മസ് ഒക്കെ ആയില്ലേ, നമുക്ക് എന്തായാലും ഗിവ് അവേ തരാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയമില്ല, എക്സാമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തരാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് തരാം. ശരിക്കും പഠിക്കണം. സ്കൂളിൽ പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ട്യൂഷന് പോകുന്നു, പിന്നെ രാത്രി വന്ന് പഠിക്കുന്നു, ചോറുന്നു, കിടക്കുന്നു. അതാണ് എൻ്റെ സ്ഥിരം. എപ്പോഴേലും എനിക്ക് സാധനം വാങ്ങാൻ ഇത് പുറത്ത് പോകാൻ കഴിയില്ല. എൻ്റെ ചെരുപ്പ് നഷ്ടം വാങ്ങിക്കൊണ്ട് വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചെരുപ്പല്ലെങ്കിൽ ഞാൻ ആ ചെരുപ്പ് ഇട്ടൂല പറഞ്ഞിട്ടില്ല. നമ്മൾ പക്ഷേ ചെരുപ്പ് ഇട്ടില്ല നമുക്ക് എന്ത് നമ്മളെ കാലിന് ചേരുന്നതല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ അങ്ങനത്തെ അഹങ്കാരമൊന്നും കാണിക്കരുത്. എത്ര ആൾക്ക് ചെരുപ്പില്ലാത്തതുണ്ട്, എത്ര പാവങ്ങൾക്ക്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു പറ്റാത്ത ചെരുപ്പ് വരെ വേണമെങ്കിൽ അവർ ഇടും. എല്ലാം മീൻസ് അവർക്ക് കാലിൽ ഇത്രയും ദിവസം മുള്ളുക അങ്ങനെയൊക്കെ ആയി നടന്നു. അപ്പം ഇവർക്ക് ഒരു ഏത് ചെരുപ്പിട്ടില്ലെങ്കിൽ രസമുള്ള ചെരുപ്പാണെങ്കിൽ രസമില്ലാത്ത ചെരുപ്പാണെങ്കിൽ എന്തോ മാതിരിയുള്ള ചെരുപ്പാണ്. ഇവർക്ക് ചെരുപ്പ് മതി കേസ്, അല്ലാണ്ട് അതിന് ഭംഗി നിൽക്കില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ശരി, സബ്സ്ക്രൈബ്. ബൈ. ചെറിയ കുട്ടികളൊക്കെ